ആലപ്പുഴയിൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അപകട മരണങ്ങൾ തുടർക്കഥയായതോടെ കടുത്ത പ്രതിഷേധമുയരുകയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. അവരൊരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. കരാർ കമ്പനിയും ഉദ്യോഗസ്ഥരും കടുത്ത അനാസ്ഥ കാണിക്കുന്നു എന്നാണ് അവരുടെ പ്രധാന ആരോപണം. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അരൂരിലെ ജനകീയ കൂട്ടായ്മ. നിർമ്മാണം ആരംഭിച്ച് ഇതുവരെ 40ഓളം ആളുകളാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അപകടങ്ങളിൽ മരിച്ചത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയുടെ നിർമ്മാണമാണ് അരൂർ തുറവൂർ മേഖലയിൽ നടക്കുന്നത്. അത് നാടിൻ്റെ ഏറ്റവും വലിയ വികസനമാണ്. പക്ഷേ അധികാരികളുടെയും കരാർ കമ്പനിയുടെയും കുറ്റകരമായ അനാസ്ഥകളുടെ കാഴ്ചയാണ് നിത്യവും അരൂരിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 8 കിലോമീറ്റർ പരിധിയിൽ മാത്രം 10 പേർക്കാണ് നിരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കരാർ കമ്പനിയും സർക്കാരും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാത്തതാണ് നിർമ്മാണ മേഖലയിലെ അപകടങ്ങളുടെ കാരണം. 2023 നിർമ്മാണം തുടങ്ങിയ ഉയരപ്പാതയിൽ ഇതിനോടകം 40-ലേറെ പേരാണ് അപകടങ്ങളിൽപ്പെട്ട് മരിച്ചത്. 100 കണക്കിന് പേർ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നു. അപകടങ്ങളിൽ പെടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല. 8ഓളം കുടുംബങ്ങളാണ് ഇവരുടെ ഈ അശാസ്ത്രീയമായ ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ ഇവരുടെ ഈ ട്രാഫിക് നിയന്ത്രണം, അതിലൂടെ 8 കുടുംബത്തിൻ്റെ അത്താണിയായി മാറിയ ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ 2ാം ഘട്ടമെന്നോണം ഇപ്പോൾ അരൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടനകളൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഹരിത വി കുമാറായിരുന്നു ഇവിടുത്തെ ജില്ലാ കളക്ടർ. അവർ നൽകിയ ഉറപ്പ്, അതുപോലെ തന്നെ മന്ത്രി പി പ്രസാദ് നൽകിയ ഉറപ്പ്, MP നൽകിയ ഉറപ്പ്, MLA നൽകിയ ഉറപ്പ്, പഞ്ചായത്ത് നൽകിയ ഉറപ്പ് ഒന്നുപോലും പാലിക്കാനായിട്ട് ഈ അശോക ബിൽഡ് കോർഡിനേഷന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവരുടെ പണിക്കാരല്ലാതെ ഇവർ സൂപ്പർവിഷൻ ആളില്ല. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പണിക്കാർ അവർ തോന്നിയ പോലെയാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യപടിയായി ചന്ദ്രൂർ ദേശീയപാതയോരത്ത് പന്തല് കെട്ടി സമര പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖല എരമല്ലൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗമാണ്. 12.75 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോഡിലെ വൈദ്യുത പോസ്റ്റുകൾ, ട്രാൻസ്ഫോമുകൾ എന്നിവ നീക്കാതെയാണ് നിർമ്മാണം തുടങ്ങിയത്. വെള്ളം ഒഴുകിപ്പോകാൻ ഓടകളും നിർമ്മിച്ചിട്ടില്ല. നിർമ്മാണ മേഖലയിൽ വലിയ ബാരിക്കേഡ് വെച്ച് തിരിച്ചതോടെ റോഡിന്റെ വീതി പകുതിയായി കുറഞ്ഞു. രാത്രികാലങ്ങളിൽ മതിയായ വെളിച്ചവും പ്രദേശത്തില്ല. ഇതെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. പലയിടത്തും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ഒരു പരാതി. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നു. ഈ നിരത്തിൽ ഈ ജോലികൾ നടക്കുന്നതിനിടയിൽ വെളിച്ചമില്ലാതെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. സമരപരമ്പരകളുമായി മുന്നോട്ട് പോയാലെങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ഇതുകൊണ്ട് ഇതിൻ്റെ പൊടിശല്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വരുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെ ഒരു ലൈസൻസ് പോലും ഇല്ലാത്ത ആൾക്കാരായി വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ഇവിടെ വന്ന് ഹിന്ദിക്കാർ പഠിച്ച അവന്മാർ ഓടിക്കുന്ന തികഞ്ഞ അഹങ്കാരത്തോടും അനാസ്ഥയോടും കൂടിയിട്ടാണ് ഇവരെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരൂർ പെട്രോൾ പമ്പിനെ കിഴക്ക് പക്ഷേ ഇവർ വെൽഡ് ചെയ്തതിൻ്റെ തീപ്പൊരി വന്ന് വീണ് അവിടെയുള്ള കാടുകൾ മൊത്തം, പുല്ല് പിടിച്ചിരിക്കുന്ന കാടുകൾ മൊത്തം തീ വിടർന്നു. ഇവരെ കൊണ്ട് ശ്രമിച്ചിട്ട് കിടത്താൻ പറ്റാഞ്ഞിട്ട് അരൂരിൽ ഫയർഫോഴ്സ് വന്നിട്ടാണ് ആ തീ അവിടെ അണച്ചത്. പക്കം തന്നെ ഇനിയിപ്പോൾ അടുത്ത ജൂൺ വരുമ്പോൾ ഇതിൻ്റെ അപ്പുറം ആകുന്നുള്ളതാണ്. അപകടങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും മരിക്കുന്നു, കാലൊടിയുന്നു, നട്ടല്ലൊടിയുന്നു, ഇങ്ങനെ പല വിഷയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടറും അതുപോലെ തന്നെ ഭരണാധികാരികളൊക്കെ കണ്ണടച്ച് ഇവിടെ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ